जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय गोपी जन वल्लभा गिरिवरधारी, जय गोपी जन वल्लभा गिरिवरधारी, यशोदनंदन व्रज जनरंजन, यशोदानंदन व्रज जनरंजन, यमुना तीरा वनचारी, यमुना तीरा वनचारी, कृष्णा चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद, जय श्री कृष्णा चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, जय कृष्णा बलराम कृष्ण बलराम जय वृंदावन धाम, कृष्ण बलराम जय वृंदावन धाम, जय जगन्नाथ जय बलदेवा सुभद्रमणि जय सुदर्शना, जय जगन्नाथ जय बलदेवा सुभद्रमणि जय सुदर्शना, जय पंचतत्वा जय पंचतत्वा जय पंचतत्वा जय पंचतत्वा जय पंचतत्वा, जय गौरनिताय गौरनिताय जय गौरनिताय, जय गौरनिताय जय गौरनिताय, जय जय प्रभुपाद जय जय प्रभुपाद, जय जय गुरुदेव जय जय गुरुदेव, निताय गौर हरि बोल हरि बोल, निताय गौर हरि बोल। എല്ലാരും വന്നിരിക്കുമല്ലോ അല്ലേ?
നമ്മള് ഇന്നത്തെ ശ്ലോകം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് 4-ാമത്തെ അധ്യായത്തിൽ നിന്ന് 14-ാമത്തെ ശ്ലോകം. ശ്ലോകം വായിക്കും. എന്റെ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതിനിഷ്ഠിതേ. മൂകം കരോതി വാചാലം പന്തം ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനകാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഞാൻ ശ്ലോകം വായിക്കാം. സൂത ഉവാച. സാധാരണ റിപ്പീറ്റ് ചെയ്യാറുണ്ടോ? അത് ഞാൻ വായിച്ചു പോയാൽ മതി. വായിച്ചു പോയാൽ മതി പ്രഭുജി. ദ്വാപരേ സമാനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാത പരാശരാത് യോഗി വാസവ്യം കലയാ ഹരേ. സൂത ഉവാച. ദ്വാപരേ സമാനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാത പരാശരാത് യോഗി വാസവ്യം കലയാ ഹരേ. ഇതിന്റെ വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദ് വാക്കുള്ള സ്വാമി ശ്രീല പ്രഭുപാദ്. വിവർത്തനം വന്നിട്ട്, സൂത ഗോസ്വാമി അരുളി ചെയ്തു, 2-ാം സഹസ്രാബ്ദം 3-ാം സഹസ്രാബ്ദത്തെ അതിവ്യാപിച്ചപ്പോൾ വസുപുത്രിയായ സത്യവതിയുടെ ഗർഭത്തിൽ പരാശര മുനിക്ക് പുത്രനായി ഉത്തമയോഗി വ്യാസദേവൻ ജനിച്ചു. ഭാവാർത്ഥം: സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം എന്നിങ്ങനെ 4 യുഗങ്ങൾക്കും കാലപൗർവാപര്യമായ ക്രമമുണ്ട്. എന്നാൽ ചിലപ്പോൾ അതിവ്യാപനം സംഭവിക്കുന്നു. വൈവസ്വത മനുവിന്റെ ഭരണകാലത്ത് 4 യുഗങ്ങളുടെയും 28-ാം ആവർത്തനത്തിൽ ഒരു അതിവ്യാപനം സംഭവിക്കുകയുണ്ടായി. 3-ാം യുഗം 2-ാം യുഗത്തിന് മുമ്പേ ഹേതുഭൂതമായി. ആ സവിശേഷ യുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും അവതരിച്ചു. ഇക്കാരണത്താൽ ചില പ്രത്യേക ഭേദഗതികൾ സംഭവിക്കുകയുണ്ടായി. വസു മുക്കുവന്റെ പുത്രിയായ സത്യവതി ഉത്തമയോഗിയുടെ വ്യാസദേവന്റെ മാതാവും പിതാവ് പരാശര മുനിയും ആയിത്തീർന്നു. വ്യാസദേവന്റെ ജനന ചരിത്രമാണിത്. ഓരോ യുഗത്തെയും സന്ധ്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന 3 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആ സവിശേഷ യുഗത്തിൽ 3-ാം സന്ധിയിൽ വ്യാസദേവൻ അവതരിച്ചു. വിഷ്ണുപദായ കൃഷ്ണപുഷ്പായ ഓം വിഷ്ണുപദായ കൃഷ്ണപുഷ്പായ ബുധലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി ദാമന നമസ്തേ സരസ്വദേവി ഗൗരവാണി വിചാരണി വിശേഷൂന്യവാദി വിഷാദേശാദാനം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗൗരവ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ രാമ. വാചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇപ്പൊ ഇവിടെ നമ്മള് ഭാഗവതത്തിന്റെ ഡിസ്കഷന്റെ ശരിക്കുള്ള തുടക്ക ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇതിലെങ്ങനെയാണ് വ്യാസദേവന്റെ അപ്പിയറൻസ്, ജനനം എങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇപ്പൊ പരാശര മുനിയാണ് അദ്ദേഹത്തിന്റെ പിതാവും. വസു എന്ന ഒരു മുക്കുവ ഒരു ഹെഡിന്റെ പുത്രിയായ സത്യവതി ആണ് മാതാവ് എന്ന് പറയുന്നത്. എനിക്കൊന്ന് നമ്മൾ ഓൾറെഡി മഹാഭാരതത്തിലൊക്കെ ഒരുപാട്
ഇതിനെപ്പറ്റി അറിയാം. അപ്പൊ ഞാൻ ആ കഥയിലേക്ക് ഒരുപാട് പോകുന്നില്ല. ഇതില് പ്രഭുപാദ് വേറൊരു കാര്യം പറയുന്നുണ്ട്. സാധാരണ സംഭവിക്കുന്ന ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു സീക്വൻസിലല്ല ഈ ഒരു ഇത് സംഭവിച്ചതെന്ന് ഭഗവാൻ ദ്വാപരയുഗത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സത്യയുഗം, പിന്നെ അത് കഴിഞ്ഞ് ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം, അങ്ങനെയാണ് ശരിക്കുള്ള സീക്വൻസ്. പക്ഷെ ഈ ഒരു 28ാമത്തെ ഈ ഒരു ആവർത്തനത്തില് 4 യുഗങ്ങളുടെ ഈ ഒരു സീക്വൻസിൽ ഒരു മാറ്റം ഉണ്ടായി. അതില് ത്രേതായുഗം ദ്വാപരയുഗത്തിന് മുന്നേ വന്നു, അത് കഴിഞ്ഞിട്ടാണ് ദ്വാപരയുഗം. അപ്പൊ ലേറ്റ് ആയിട്ട് ദ്വാപരയുഗം വന്നു. അങ്ങനെയുള്ള യുഗത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ അവതരിച്ച് 5000 വർഷം ഇപ്പം നമുക്ക് അത്രയും അടുത്ത് ഭഗവാന്റെ അവതാരം ഉണ്ടായി എന്നുള്ള ഒരു സവിശേഷതയുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വളരെ മൊത്തത്തിലുള്ള ഒരു ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കാലത്തിന്റെ ആ ഒരു ഇത്രയും വലിയൊരു കഷ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞ് വളരെ വളരെ മില്ലി സെക്കൻഡുകൾ അടുത്ത് തന്നെയാണ് നമ്മളും ഇപ്പൊ ഈ മനുഷ്യ രൂപത്തിൽ നമുക്ക് ഇവിടെ വരാൻ പറ്റിയത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇപ്പൊ പ്രഭുപാദ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഭാഗ്യം ഉണ്ടായേനെ എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ വളരെ നമുക്ക് അത്രയും ഭാഗ്യമുള്ളത്, നമ്മൾ അത്രയും കൂടുതൽ കലിയുഗം വളരെ പുരോഗമിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഭഗവാനെ പറ്റി അറിയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ നമ്മുടെ സാധാരണ രീതിയിലുള്ള കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ നമ്മൾ സാധാരണ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. കൂടുതലും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ഡിസ്കഷന് വേണ്ടി എൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷൻ, എൻ്റെ തന്നെ ഒരു നെഗറ്റീവായിട്ടൊരു ഒരു ആസ്പെക്ട് എടുത്തിട്ട് അതിനെ ഒന്ന് പഠിച്ചിട്ട് അത് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. കൂടുതലും ഈ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെയുള്ള ഈ ഒരു അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഫക്ട്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഭക്തിയിൽ അഫക്റ്റ് ആയതുപോലെ ഇപ്പൊ തോന്നുന്നുണ്ട്. മുമ്പൊന്നും നമുക്ക് ഇപ്പൊ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ വാട്സാപ്പോ ഈ ഫോൺ തന്നെ ഇത്രയും അഡ്വാൻസ്ഡ് ഇല്ലാത്തൊരു സമയത്ത് ഭക്തി കുറച്ചുകൂടെ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എവിടെ നോക്കിയാലും ഇതുപോലുള്ള ഇലക്ട്രോണിക് ഡിവൈസും ഇന്റർനെറ്റിന്റെയും ഇതില് നമുക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. പക്ഷെ എന്നാലും നമ്മൾ കൂടുതലും ഡിസ്ട്രാക്ഷനിലോട്ട് ആണ് അഫക്റ്റ് ആവുന്നത്. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ പറ്റുമെങ്കിൽ ഡിവോട്ടീസ് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ശരിക്കും ഒരു ലെക്ചർ, ശ്രുതകീർത്തി പ്രഭു എന്നുള്ളൊരു പ്രഭുപാദിന്റെ സെക്രട്ടറിയാണ്, സെർവന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ലെക്ചർ കേട്ടപ്പോഴാണ് എനിക്കിതിനെ പറ്റി കൂടുതൽ ഇപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിച്ചത്. അപ്പൊ അദ്ദേഹം പ്രഭുപാദിന്റെ ആ സമയത്ത് 1970s ആ സമയത്ത് 2 വർഷത്തോളം പ്രഭുപാദിന്റെ സെർവൻ്റായിട്ട് സേവനം ചെയ്തിരുന്നു. അപ്പോൾ വളരെ വളരെ ക്ലോസ് ആയിട്ടൊരു സെർവൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രഭുപാദ് മായപ്പൂർ വന്ന സമയം, എനിക്ക് 1974 എന്നാണ് ആ ഇയർ പറഞ്ഞത്. അപ്പോൾ മായപ്പൂർ ലാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മഹാരാജുമാർക്ക് കൊടുത്തിട്ട് ആദ്യം അത് ചെയ്തൊരു വലിയ നീളമുള്ളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യായിരുന്നു. അപ്പം ഇതുപോലെ ഡിവോട്ടീസ് വരുന്നവർക്ക് താമസിക്കാൻ, പ്രഭുപാദിന് മുമ്പ് താമസിക്കാൻ ഒരു ഭജൻ കുടീർ മാത്രമേ ഉള്ളായിരുന്നു. ശരിക്കും അവിടെ മാത്രമേ അവർക്ക് ശരിക്കും ഒരു ചെറിയൊരു ടെമ്പററി ആയിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോഴും ഉണ്ട് ഭജൻ കുടീർ ഗവർണത്തായി DT സഭ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് കുറച്ചൊരു പക്കയായിട്ടൊരു ബിൽഡിംഗ് വേണം എന്നുള്ളതിൽ ലോട്ടസ് ബിൽഡിംഗ് അവർ പണി കഴിപ്പിച്ചു. അതിൽ ഫസ്റ്റ് റൂം, പ്രഭുപാദിന്റെ റൂമാണ് അവർ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ആയിട്ട് പ്രയോറിറ്റി കൊടുത്ത് റെഡിയാക്കാൻ നോക്കിയത്. അപ്പൊ പ്രഭുപാദ് വന്നപ്പോഴത് ചില കാര്യങ്ങളൊന്നും ഫുൾ ഫിനിഷ് ആയിട്ടില്ല, എന്നാലും കയറി താമസിക്കാനുള്ള രീതിയിലായിരുന്നു പ്രഭുപാദ് അവിടെ താമസിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് തന്നെ ഗോഡ് ബ്രദേഴ്സ് ആയിട്ട് ഗൗഡിയ മഠത്തിലുള്ള അദ്ദേഹത്തിന് തന്നെ ഗുരുവിന്റെ ശിഷ്യന്മാര്
അദ്ദേഹത്തിന് ഇടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്യുമായിരുന്നു. അതിലൊരു മഹാരാജ്, സന്യാസി ആയിട്ട് ഗോഡ് ബ്രദർ ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പ്രഭുപാദിനെ കാണും, അത് കുറെ നേരം പ്രഭുപാദ് സംസാരിക്കും. എന്നിട്ട് പ്രഭുപാദിന്റെ ഇതെല്ലാം പറഞ്ഞിട്ട് സംസാരിച്ച് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പോകുമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ പ്രഭുപാദിന്റെ റൂം സുധകീർത്തി പ്രഭു ഇങ്ങനെ ക്ലീൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പ്രഭുപാദ് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഇത്തിരി ബോധേഡായിട്ട് പറഞ്ഞു, ഇനി ആ മഹാരാജ് വന്നാലേ ഞാൻ ഇവിടെ ഇല്ലെന്നങ്ങ് പറഞ്ഞേരെ. ഓക്കെ, എപ്പോ വന്നാലും ഭഗവാനെ പറ്റി ഒരു അക്ഷരം മിണ്ടുന്നുമില്ല. എന്നാല് എന്റെ വേറെ ഉള്ള ഗോഡ് ബ്രദേഴ്സിനെ കുറിച്ചും വേറെ ഉള്ള മഠങ്ങളിൽ ഇതുപോലെ ചെയ്യുന്ന അവിടുത്തെ അനാചാരങ്ങളും അവരെ പറ്റിയുള്ള കുറ്റങ്ങളും ഒക്കെയാണ് പറയുന്നത്. ഇതെനിക്ക് കേട്ട് മടുത്തു. അപ്പൊ നീ ഇനി വന്നാൽ പറഞ്ഞാൽ മതി, ഞാൻ റെസ്റ്റ് എടുക്കുകയാണെന്നോ ഞാൻ ഇവിടെ ഇല്ലെന്നോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം ശരിക്കും അന്ന് അദ്ദേഹത്തിന്റെ വയസ്സ് ഒരു 22 വയസ്സാണ്. അദ്ദേഹത്തിന് അങ്ങനെ എന്താ പറഞ്ഞാൽ വലിയ സീനിയേഴ്സിന്റെ അടുത്ത് ഇങ്ങനെ മുട്ടി നിൽക്കാനുള്ള ഒരു വയസ്സൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രഭുപാദ് പറഞ്ഞതുകൊണ്ട് അത് ശിരസ വഹിച്ച് ഇങ്ങനെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള ഇത് നിൽക്കുകയാണ്. ഇപ്പം പെട്ടെന്ന് തന്നെ ആ ദിവസം ഉച്ചയ്ക്ക് തന്നെ ഇദ്ദേഹം കയറി വന്നു. അപ്പം ഇദ്ദേഹത്തിന് ഈ വരുന്ന മഹാരാജിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ എന്റെ ഗോഡ് ബ്രദർ ആണെങ്കിൽ എപ്പോഴാണോ കാണാൻ പറ്റും എന്നുള്ള ഇതിലാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ സ്റ്റെപ്പിൽ നിന്ന് കയറുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, പ്രഭുപാദ് റെസ്റ്റ് എടുക്കുകയാണ്, ഇപ്പൊ അങ്ങനെ ആരും അദ്ദേഹത്തിന് ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഹാരാജ് പ്ലീസ് പോയിട്ട് പിന്നീട് വരുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ മഹാരാജ് പറഞ്ഞു, അതങ്ങനെയല്ലോ, എനിക്ക് എപ്പോഴാണോ എന്റെ എന്റെ ഗോഡ് ബ്രദറിനെ കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഇതുവരെ അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. അപ്പോ നീ ആരാ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കാനെന്നുള്ള രീതിയിലായി. അപ്പോ ഇദ്ദേഹം പിന്നെയും താഴ്മയോട് പറഞ്ഞു, ഇല്ല, അദ്ദേഹം ഇപ്പോഴാണ് കുറച്ച് റെസ്റ്റ് എടുത്തത്, ഇത്രയും നേരം ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല. അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞായിരുന്നു, മറ്റേ മഹാരാജ് വിചാരിച്ചാണ് ഈ മ്ലേച്ഛനായ ഒരു വ്യക്തി ഇപ്പോൾ കൃഷ്ണ കൗൺസിൽ ഇപ്പൊ വന്ന ഒരാൾ എന്നെ തടയാനായിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരവും ആർഗ്യുമെന്റും ഒക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ സംസാരിച്ചത് വലിയൊരു വലിയൊരു വാഗ്വാദമൊക്കെ ആയി. ഈ ബഹളമൊക്കെ കേട്ട് പ്രഭുപാദ് ശരിക്കും പറഞ്ഞു, പ്രഭുപാദ് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നു. പ്രഭുപാദ് ജസ്റ്റ് മുണ്ട് മാത്രം എടുത്ത് കുർത്തയൊന്നും ഇല്ലാതെ അദ്ദേഹം റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി, ആ ഉറക്കച്ചടവിൽ ഇറങ്ങി ഇങ്ങനെ വരെയായിരുന്നു. മുണ്ടൊക്കെ നേരെയാക്കി ഇങ്ങനെ. പ്രഭുപാദ് അവിടെ ദൂരെ നിന്ന് ഇതുവരെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, അവിടെ എന്താ നടക്കുന്നത്? അപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഈ മഹാരാജ് പറഞ്ഞു, പ്രഭുപാദ് നിങ്ങളെ കാണാൻ ഇവരെന്നെ അനുവദിക്കുന്നില്ല. അപ്പോൾ പ്രഭുപാദ് ഉടനെ ജസ്റ്റ് വളരെ ലൈറ്റ് ആയിട്ടൊരു ചിരി ചിരിച്ചിട്ട് ശ്രുതകീർത്തിപ്രവൃത്തി ഇങ്ങനെ വിട്ടയക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ വേറൊന്നും ചെയ്യാതെ ഇദ്ദേഹം ഈ വന്ന മഹാരാജ് പ്രഭുപാദിന്റെ റൂമിലോട്ട് പോയി സംസാരിച്ചു. പിന്നെ അതവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇതൊരു ഇൻസിഡന്റ്. വേറൊരു ഇൻസിഡന്റ് ആയിട്ട് ഇതുപോലെ മായാപൂരില് പ്രഭുപാദിന്റെ റൂം, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ റൂം, അത് കഴിഞ്ഞ് GBCസിന്റെ റൂംസും ഒക്കെ അവിടെയാണ്. ആ ഒരു ബിൽഡിങ്ങേ ഉള്ളൂ അന്ന്. അപ്പൊ ആ ഒരു ബിൽഡിംഗ് തന്നെയാണ് എല്ലാവരും. അപ്പൊ ഇതുപോലെ ഇതൊരു ഫെസ്റ്റിവലില് വരുമ്പോൾ എല്ലാവരും ഇവിടെ വരും. പ്രഭുപാദിന്റെ ഓഡിയൻസിന് വേണ്ടി എല്ലാവരും ഇവിടെ വന്ന് ആ ഫെസ്റ്റിവൽ എല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫെസ്റ്റിവലിന് മുന്നേ ഉള്ള സമയം എല്ലാവരും വരുന്ന സമയത്ത് മഹാരാജ്മാരും ഇതുപോലുള്ള GBCസും മെയിൻ ഡിവോട്ടീസ് എല്ലാം ഇവിടെ വന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നതും ഒക്കെ ഇതേ ഫ്ലോറിൽ വെച്ചാണ്. അപ്പൊ പ്രഭുപാദ് ഒരു ദിവസം ഭയങ്കരമായിട്ട് ബഹളമായപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെ, സി യു ഗോ ആൻഡ് നീ പോയിട്ട് പറയൂ, ഇങ്ങനെ കിടന്ന് ബഹളം വെക്കരുത്. ഓക്കെ, ഇത് ശരിക്കും നിങ്ങൾക്ക് ബാക്കി നിങ്ങളെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒരു കൃഷ്ണ കോൺഷ്യസ് ലെവലിലാണെങ്കിൽ ഈ മൂവ്മെന്റ് അത് വളർത്തും, ഇല്ലെങ്കിൽ ഇത് തന്നെ അതിനെ കില്ല് ചെയ്യും, ഇതിനെ തളർത്തും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഈ സുധകീർത്തി പ്രഭു പറയുന്നുണ്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ സുധകീർത്തി പ്രഭുക്ക് സെർവന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഈ GBCs ആണ്. GBCs ആരെയാണ് പ്രഭുപാദിന് കൊടുക്കുന്നത്, അദ്ദേഹത്തിനെയാണ് അദ്ദേഹം സെർവന്റ് ആയിട്ട് വെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് തന്നെ സുധകീർത്തി പ്രഭുവിന് പോയി പറയേണ്ടി വന്നു, ഇങ്ങനെ വോയിസ് പതുക്കെ അദ്ദേഹത്തിന് ഫുള്ളായിട്ട് അങ്ങനെ പറയരുത് എന്ന് പറയാനുള്ള ഒരു ഇതില്ല. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം വിലക്കി എന്ന് പറയുന്നു. അപ്പം പ്രഭുപാദ് എത്രത്തോളം ഈ ഒരു പ്രജൽപ എന്നുള്ളൊരു
ആക്ടിവിറ്റി. സംസ്കൃതത്തിൽ പ്രജൽപ എന്നാൽ ഭഗവാനുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത എന്ത് കാര്യത്തിനും ജനറലി പറയുന്ന പ്രജൽപ. അതിന് എന്തുമാത്രം അതിനെ ഒഴിവാക്കാൻ എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് മനസ്സിലാവും. അപ്പൊ അതില് ഞാൻ കുറച്ചുകൂടെ ഒന്ന് കേട്ട് നോക്കിയപ്പോൾ ദേവകി മാധവനൊരു മാതാജി കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് ഭക്തി വിനോദ് ഠാക്കൂറിന്റെ ഒരു ബുക്കുണ്ട്, ഭക്തിയാലോക എന്ന് പറഞ്ഞു. ആ ബുക്കില് ഇതിനെപ്പറ്റി കുറച്ച് കൂടുതൽ വിവരിച്ചിട്ടുണ്ട്, പല ടൈപ്പ് ഓഫ് പ്രജൽപ എന്നുള്ളത്. ഇപ്പൊ മാതാജിയുടെ ആ ഒരു ലെക്ചറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ നിന്ന് എടുത്ത പോയിന്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കമന്റ്സോ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? അതോ ഈ സ്പീഡ് കൂടുതലാണോ? ക്ലിയർ ആണ് പ്രഭു. ഓക്കെ, താങ്ക് യു മാജി. അപ്പോ സാധാരണ മാജി സാധാരണ ഈ നമ്മളിപ്പോൾ രാവിലെ മോർണിംഗ് പ്രോഗ്രാമിൽ ചാൻഡിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബാക്കി ലൈഫിൽ ഉള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ആ ചാൻഡിങ്ങിന്റെ ഒരു എക്കോ സാധാരണ നമുക്ക് ഉണ്ടാവാറുണ്ട്. നല്ലൊരു ചാൻഡിങ് ആണ്. കുറച്ചുകൂടെ സൗണ്ട് കിട്ടിയിരുന്നെങ്കിൽ ഉപകാരം. കുറച്ചുകൂടെ ക്ലോസർ ആയിട്ട് സംസാരിക്കാം. ഇപ്പൊ ശരിയാവുന്നുണ്ടോ മാജി? കുറച്ചുകൂടെ ക്ലിയർ ആണോ? ലൗഡർ ആണോ? ഓക്കെ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, താങ്ക് യു. അപ്പോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എപ്പോഴും ചാൻഡ് ചെയ്ത് കഴിഞ്ഞും നമ്മുടെ ആ ഹൃദയത്തിൽ അത് റെവർബറേറ്റ് ചെയ്യുന്ന പറയില്ല, ആ എക്കോ ചെയ്തുകൊണ്ടിരിക്കും ഹരേ കൃഷ്ണ മാന്ത്രം നമ്മൾ നല്ലൊരു ചാൻഡിങ് ആണെങ്കിൽ. അപ്പൊ ഈ പ്രജൽപ എന്നൊരു ആക്ടിവിറ്റി ആ ശരിക്കും ആ എക്കോയിനെ കുറച്ച് അതിനെ ഇങ്ങനെ മൺമറഞ്ഞു പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. അതാണ് ഫസ്റ്റ് എഫക്റ്റ് ആയിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും നമ്മൾ ഒരുപാട് ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് വയറുവേദനയോ അല്ലെങ്കിൽ ഇൻഡൈജഷൻ ഉണ്ടാകുന്ന പോലെ നമ്മളിങ്ങനെ അനാവശ്യമായ രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യൻസിൽ ഇതുപോലെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഫസ്റ്റ് ഈ പ്രജൽപയുടെ എഫക്റ്റ് ആയിട്ട് ആദ്യം പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രജൽപയെ തന്നെ പല കാറ്റഗറി ആയിട്ട് ഭക്തി വിനോദ് ഠാക്കൂർ ആ ബുക്കിൽ ഭക്തിയാലോക എന്ന ബുക്കിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ യൂസ്ലെസ് ടോക്ക്, അനാവശ്യമായ വർത്തമാനം അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നോവൽ വായിക്കുക, ഈ കലാപരമായ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മാഗസീൻ വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആണ് ഈ യൂസ്ലെസ് ടോക്ക് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് പ്രഭുപാദ് ശരിക്കും ഇതുപോലെ പ്ലെയിനിൽ ഇപ്പോൾ ട്രാവൽ ചെയ്യുമല്ലോ നമുക്ക് പല കൺട്രീസിലും. ആ സമയത്ത് അന്നത്തെ വലിയ മാഗസീനാണ് ഈ ടൈം മാഗസീൻ. ഓക്കെ, അപ്പൊ അന്ന് പ്ലെയിനിൽ ന്യൂസ് പേപ്പറും മാഗസീനൊക്കെ കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് മാഗസീൻസും ന്യൂസ് പേപ്പറൊക്കെ സപ്ലൈ ചെയ്യും. അപ്പൊ ഡിവോട്ടീസിനും ഇതെല്ലാം കിട്ടും. പ്രഭുപാദ് ആ സമയത്ത് ടൈം മാഗസീൻ കിട്ടിയ സമയത്ത് അദ്ദേഹം ഇങ്ങനെ മറിച്ച് നോക്കിയിരുന്നു ഓരോ പേജ് ടൈം മാഗസീൻ എന്താണ്. അപ്പൊ പ്രഭുപാദ് ശരിക്കും പറഞ്ഞാൽ ബാക്ക് ടു ഗോഡ് പ്രസിദ്ധീകരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ സൗണ്ട് വേണം, സൗണ്ട് കുറവ്. മാജിക്ക് മാത്രം ഇഷ്ടമാണോ വേറെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഓക്കെ, അത് ഞാൻ മാക്സിമം ലൗഡർ ആയിട്ട് സംസാരിക്കാൻ നോക്കാം. അപ്പോ ഈ ടൈം മാഗസീൻ എന്താണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ അദ്ദേഹം ഇങ്ങനെ മറിച്ച് നോക്കിയായിരുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഇത് ഫുൾ മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ടൈം മാഗസീൻ അന്നത്തെ ഒരു നമ്മൾ പണ്ട് പറയും റീഡേഴ്സ് ഡൈജസ്റ്റ് വായിച്ചാൽ നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഇപ്പൊ ടൈം മാഗസീൻ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ലെന്ന് ഇത് ഒരു കമന്റ് ആയിട്ട് ഡിസൈപ്പിൾസ് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് തന്നെ ഒരു പദ്ധതിയിൽ ബാക്ക് ടു ഗോഡ് പ്രസിദ്ധീകരിക്കും. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇത് ടൈം മാഗസീനേക്കാളും സർക്കുലേഷൻ വേണ്ട ഒരു മാഗസീൻ ആണെന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. ഇപ്പൊ ടൈം മാഗസീൻ പ്രഭുപാദിന്റെ തന്നെ ഒരു എസ്റ്റിമേറ്റിൽ അത്രയും വലിയൊരു മാഗസീൻ ആയിട്ട് പോലും അദ്ദേഹം പറയായിരുന്നു നിങ്ങൾ ഇത് നോക്കേണ്ട കാര്യമില്ല, ഇത് ജസ്റ്റ് പ്ലെയിൻ റബ്ബിഷ് എന്നുള്ള രീതിയിൽ പറയുക. അപ്പോൾ അങ്ങനെയുള്ള യൂസ്ലെസ് ടോക്ക് നമ്മൾ കൂടുതലും വേറെ ഇപ്പം പണ്ട് നമ്മൾ വായിച്ചിരുന്ന ബുക്കുകൾ അല്ലെങ്കിൽ നോവലുകൾ അതൊക്കെ വീണ്ടും വായിക്കാനുള്ളൊരു ത്വര നമുക്ക് ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും
കൃഷ്ണ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇതിന്, നമ്മൾ കൃഷ്ണാബോധ ഇതിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള രീതിയിലാണ് ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നത്. ഇനി സെക്കൻഡ് കാറ്റഗറി ആയിട്ട് അദ്ദേഹം പറയുന്നത് ഈ നമ്മുടെ ചെറിയ രീതിയിലുള്ള ഡിസഗ്രിമെന്റും വാദങ്ങളും ഒക്കെയാണ്, വാദപ്രതിവാദങ്ങൾ എന്നുള്ള രീതി. അപ്പോ ശരിക്കും ഇത് നമ്മൾ ഒരാള് ഒരു കാര്യം പറഞ്ഞാൽ അതിനെ നമ്മൾ ഡിസഗ്രി ചെയ്യാൻ, ഇപ്പൊ കൃഷ്ണ കോൺഷ്യസ് പദ്ധതിക്ക് അകത്ത് തന്നെ നമുക്ക് പ്രസാദം, ഇപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും വേണം, അപ്പൊ വേറെ ആൾ പറയണില്ല പുട്ടും കടല വേണ്ട, പുട്ടും പഴവും മതി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അവര് പറയും ഇല്ല, ഞാൻ ഇതുകൊണ്ടാണ് ഈ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വന്നത്, അല്ല എനിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ്. പല രീതിയിൽ അങ്ങനെ ഒരു വാദപ്രതിവാദം പല സർവീസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നത് ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉള്ള ഡിസഗ്രിമെന്റ്സ് നമ്മുടെ തന്നെ ഈ ഊർജത്തിനെ ചോർത്തിക്കളയും. നമ്മൾ ശരിക്കുമുള്ള ആ ഒരു സബ്സ്റ്റൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മൾ ഇതിന് അനാവശ്യമായ ഈ ഡിസഗ്രിമെന്റിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെലവഴിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ മേജറായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ കുറിച്ച് അവരെ കുറിച്ച് തെറ്റായ രീതിയിൽ അവരെ ഇകഴ്ത്തി പറയുന്ന രീതിയിൽ സംസാരിക്കുക. നമ്മൾ ഒരു ഡിവോട്ടി ഇപ്പോ ഏതെങ്കിലും രീതിയിൽ ഒരു ഡിവോട്ടി എന്തെങ്കിലും ഒരു സങ്കടത്തിലാണെങ്കിൽ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾ അറിഞ്ഞു ഈ ഡിവോട്ടി ഇങ്ങനെയായി, അവരിങ്ങനെ പോയി, ഇപ്പം കംപ്ലീറ്റ് അമ്പലത്തിലേ വരാറില്ല, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ചെവിയോട് ചെവി പറഞ്ഞ് ഇങ്ങനെ അതൊരു ആനന്ദം കണ്ടെത്തുന്ന രീതിയിൽ ഇങ്ങനെ വൈൽഡ് ഫയർ പോലെ സ്പ്രെഡ് ആവുന്ന ഒരു കാര്യം. സാധാരണ ഏത് സൊസൈറ്റിയിൽ എടുത്താലും ഇങ്ങനെയുള്ള ഈ ഗോസിപ്പിംഗ് എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ആനന്ദത്തോടുകൂടി ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പം ഡിവോട്ടി കമ്മ്യൂണിറ്റിയിലും പലപ്പോഴും ഇങ്ങനൊരു, കാരണം നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബന്ധുക്കളെക്കാളും കൂടുതലും നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഡിവോട്ടീസ് ആയതുകൊണ്ട് നമ്മൾ അവരുടെ കാര്യങ്ങളിലായിരിക്കും കൂടുതലും ശ്രദ്ധ നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഡിവോട്ടീസിനെ കുറിച്ച് ഇപ്പൊ സത്യമാണെങ്കിൽ പോലും തന്നെ ഡിവോട്ടീസിനെ കുറിച്ച് ഇകഴ്ത്തി സംസാരിക്കുന്നത് അപരാധമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ഭക്തിയിൽ ഒരു ബാധയായിട്ട്, ഒരു തടസ്സമായിട്ട് വരെയുള്ളൂ. അതൊരിക്കലും ഒരു അപ്ലിഫ്റ്റ്മെന്റിന് കാരണമായിട്ട് വരില്ല. ഓക്കെ, അപ്പൊ അതിന്റെ റൂട്ട് കോസ് ആയിട്ട് പറയുന്നത് ഇതിന്റെയൊക്കെ ഇപ്പം ശരിക്കും നമ്മൾ പ്രജൽപ്പ എന്നുള്ളൊരു ആക്ടിവിറ്റിയുടെ റൂട്ട് കോസ് ആയിട്ട് പറയുന്നത് മാത്സര്യമാണ്, അതായത് ഈ അസൂയ. അപ്പൊ നമ്മൾ ഒരാളെ ഇകഴ്ത്തി പറയുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് പറഞ്ഞാല് ഓക്കെ, ഇന്നയാൾക്ക് ഇന്ന ഒരു അവഗുണം ഉണ്ടെങ്കിൽ എനിക്കതില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെക്കാളും സുപ്പീരിയർ ആണ്. അങ്ങനെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു ഇതിലോട്ട് പോകുന്നത്, അങ്ങനെ ഒരു മൂഡിലോട്ട് പോകുന്നത്. അപ്പോ ഇതൊരു വലിയൊരു തടസ്സം തന്നെയാണ്. കാരണം പണ്ട് വളരെ നമ്മൾ ആദ്യമൊക്കെ കൃഷ്ണ കോൺഷ്യസ് ഇതിൽ വരുമ്പോൾ, സത്സംഗത്തിൽ വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ എല്ലാ തടസ്സങ്ങളും നമ്മൾ സീനിയറുമായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ നമ്മളെ ഗുരുവായിട്ട് സംസാരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തി അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ ഈവൻ നമുക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിവോട്ടീസുമായിട്ട് സംസാരിക്കും. അത് നമ്മുടെ സീനിയേഴ്സ് ആ രീതിയിൽ തന്നെ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിനെ പരിഹരിക്കാനുള്ള രീതിയിൽ അവരെ സൊല്യൂഷൻ തരും. ഇങ്ങനെ ഒരു ഗോസിപ്പിംഗ് ടെൻഡൻസി ഉള്ള ഒരു സീനിയറിന്റെ അടുത്താണ് നമ്മളിത് പറയുന്നത് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് പറയുന്നതിന് മുന്നേ തന്നെ 100 പേര് വേറെ അറിഞ്ഞിരിക്കും. ഓക്കെ, അങ്ങനെ അറിയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാവുന്നൊരു സിറ്റുവേഷനിൽ ഈ ജൂനിയർ ആയിട്ടുള്ള ആളെ തന്നെ വിചാരിക്കും, അയ്യോ ഞാനത് പറയേണ്ടിയിരുന്നില്ല അല്ലേ, കാരണം അങ്ങനെയാണെങ്കിൽ ഇത്രയൊന്നും നമ്മൾ നാണം കഴിയേണ്ടി വരില്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ചാല് ഈ ബോട്ടിലിംഗ് അപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മളെ ഇഷ്യൂസും, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഭക്തിയിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ആരുടെ പറയാതെ വരും. കാരണം നമുക്കൊരു ട്രസ്റ്റ് വർത്തിയായിട്ട് ഒരു സീനിയർ ഇല്ല. അപ്പൊ അങ്ങനെ പറയാതെ വന്ന് നമ്മൾ ഭക്തിയിൽ താഴ്ന്നു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ, ഈ ഗോസിപ്പിംഗ് ആണ് ഇതിന്റെ എല്ലാത്തിനെയും കാരണം. അപ്പൊ നമ്മള് ശരിക്കും കറക്ഷനായിട്ട് പറയേണ്ടത് നമ്മളൊരു
ഒരു അതോറിറ്റി അല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അവരെ പറ്റി കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പറ്റി വേറൊരാൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുകയോ ചെയ്യുന്നത് ഒരു തെറ്റായ ഒരു കാര്യമാണ്. അത് മൊത്തത്തിലുള്ള കമ്മ്യൂണിറ്റിയെ ഡെവലപ്മെന്റിനെ വലിച്ചു താഴെയിടുന്നത്. ബേസിക്കലി ഇത് ഈ ഗോസിപ്പിങ്ങിന്റെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സ്ഥലത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുന്നു, അവരെൻ്റെ അടുത്ത് പുതിയ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തുഷ്യന്തിജ രമന്തിജ എന്നുള്ളതിന്റെ ഒരു വളരെ പെർവേർട്ടഡ് ആയിട്ടുള്ള ഫോമായിട്ട് മാറും. പിന്നെ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഇതുപോലെ സീരിയസ് ആയിട്ടുള്ള തർക്കങ്ങൾ. ഓക്കെ, അതായത് നമ്മൾ അഹങ്കാരത്തിൽ നമ്മൾ തർക്കിച്ച് ജയിക്കാനുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുക. അതായത് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലും നമ്മളത് നോക്കാതെ ഞാൻ എൻ്റെ വാദം ജയിക്കണം എന്നുള്ള രീതിയിൽ മാത്രം ഉള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാലും അറിയാൻ പറ്റും. പല വീഡിയോ കണ്ടിട്ട് പലരും പല കമന്റ് ഇടും, അതിന് റിപ്ലൈ ആയിട്ട് വേറൊരാൾ വേറെ കമന്റ് ഇടും, പിന്നെ അവരവിടെ അടിപിടിയായി. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ നോക്കാം. അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കാണാതിരിക്കുക. അഥവാ അങ്ങനെ ഒരു ന്യൂസ് കണ്ടാലും അതിനെക്കുറിച്ച് നമ്മുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വന്നു വിടാതിരിക്കുക. പിന്നെ അഞ്ചാമത്തെ നമുക്ക് വളരെ ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഈ ഫോൾട്ട് ഫൈൻഡിങ്. അതായത് ബാക്കിയുള്ളവരുടെ തെറ്റ് കണ്ടുപിടിച്ച് അതിൽ ആനന്ദിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മൾ ദേവികമാതി തന്നെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ പുതുതായിട്ടൊരു ഡിവോട്ടി ടെമ്പിളിലേക്ക് 3 ദിവസത്തേക്ക് വന്നു, എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേറെ എന്തെങ്കിലും സേവയ്ക്കോ അതിനു വേണ്ടി വന്നു. അപ്പൊ അദ്ദേഹം ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും സേവനം ചെയ്യുന്ന സമയത്ത് ചിലപ്പോ അദ്ദേഹം പാടുന്ന സമയത്ത് നമ്മൾ വലിയൊരു കീർത്തനീയറായിരിക്കാം. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പാടുന്നത് കണ്ടിട്ട് ഇത്രയും സീനിയർ ആയിട്ട് ഡിവോട്ടി ആണല്ലോ, എന്നിട്ടും ജയരാധ മാധവ് പാടുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നില്ല, ആ ഒരു മെലഡി ഒന്നും ഇല്ല. ഇവര് ഇത്രയും നാള് ഇത്രയും ട്രെയിനായിട്ടും ഇത്രയും ശരിയായില്ലോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കളയും. ഓക്കെ, കാരണം അദ്ദേഹം വളരെ ഉന്നതനായ ഭക്തനായിരിക്കും. അദ്ദേഹത്തിന്റെ ഡെയിലി സർവീസിൽ ചിലപ്പം കീർത്തനായിരിക്കില്ല വരുന്നത്, എന്നാലും നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു സ്കില്ല് വെച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ വളരെ എന്താ പറയുക, നമ്മുടെ മൊത്തത്തിൽ സത്സംഗത്തിനെ ഇകഴ്ത്തുന്ന രീതിയിൽ അത് വരും. കാരണം ഒരിക്കലും ഒരു ഭക്തന്റെ അവഗുണത്തിനെ വെച്ചിട്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യരുത്. അദ്ദേഹത്തിന് എന്തെങ്കിലും നല്ല ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ആ ക്വാളിറ്റീസിനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യാനാണ് പറയുന്നത്, അതിനെക്കുറിച്ച് പ്രകീർത്തിക്കാനാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് ഈ ഫോൾട്ട് ഫൈൻഡിങ്ങിൽ നിന്ന് മോചനം കിട്ടും. അപ്പൊ നമ്മളെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നാലും ആരെങ്കിലും വേറെ കുറിച്ച് പറയുന്ന സിറ്റുവേഷനിൽ ഈ ഗോസിപ്പിംഗ് ആയിട്ട് വരും. ഫോൾട്ട് ഫൈൻഡിങ് നമ്മൾ തന്നെ ആരും പറയാതെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളത് കണക്ക് കൂട്ടി വെച്ചിട്ട് ഓക്കെ ഇന്ന ഡിവോട്ടി, ഓക്കെ ഇപ്പോ പുള്ളിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഡിവോട്ടീസിനും ഓരോ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇന്ന ഡിവോട്ടി ഇതാണ് അവരുടെ ഫോൾട്സ്. ഓക്കെ, ഈ മാതാജിക്ക് ഇന്ന ഫോൾട്സ്, ഈ പ്രഭുജിക്ക് ഇന്ന ഫോൾട്സ്. അപ്പൊ ഇങ്ങനെ ഫോൾട്ട് ഫൈൻഡിങ് ചെയ്ത് നമുക്ക് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല ശരിക്കും. നമുക്ക് കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഫോൾട്ട് മാത്രം ഫൈൻഡ് ചെയ്യുമ്പോൾ ഓക്കെ ഇതിനേക്കാൾ നല്ലത് മെറ്റീരിയൽ അസോസിയേഷൻ ആയിരുന്നല്ലോ, ഭൗതികമായ രീതിയിൽ തന്നെ ഞാൻ ചെയ്യുന്നുള്ള രീതിയിൽ അങ്ങനെ അസോസിയേഷന് നമ്മൾ പതിയെ പുറത്തു പോകും. ഇനി ആറാമത്തെ പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ എന്താ പറയുക റൂമേഴ്സ്, അതായത് ഫാൾസ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ, ഈ ആരോപണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് സൊസൈറ്റിയിൽ സ്പ്രെഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. ഇപ്പോൾ പ്രഭുപാദിന്റെ തന്നെ ലൈഫിൽ ലോസ് ആഞ്ചലസ് എന്നുള്ളൊരു ടെമ്പിളിൽ അദ്ദേഹത്തിന് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് അവിടെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. ഇപ്പൊ മായപ്പൂർ ഉള്ള ഹെഡ് ക്വാർട്ടേഴ്സിന് മുന്നേ ലോസ് ആഞ്ചലസ് എന്ന സ്ഥലത്താണ് പ്രഭുപാദിനെ അങ്ങനെ ഒരു മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വെച്ച് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ആ സമയത്ത്. പക്ഷെ ഒരു 4 ഡിവോട്ടീസിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് ഇൻവോൾവ്മെന്റ് കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റിയില്ല. അത് പക്ഷെ പിൽക്കാലത്ത് ഭഗവാൻ തന്നെ നല്ലൊരു അമ്പലം വൃന്ദാവനിൽ വന്നപ്പോൾ പ്രഭുപാദ് തന്നെ കൊണ്ടെടുത്തു. ഇങ്ങനെ ലാസ്റ്റ് ഡേയ്സിൽ
മഹാരാജുമാരടുത്ത് പറയുന്നുണ്ട്, ഓക്കെ, ഐ ഹാവ് ഗിവൻ യു, ഞാൻ നിങ്ങൾക്ക് 100 ഇരട്ടി, ലോസ് ആഞ്ചൽസിനെക്കാളും 100 ഇരട്ടി നല്ലൊരു അമ്പലമല്ലേ തന്നതെന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ പ്രഭുപാദിന്റെ ലെവലിൽ വരെ ഈ പൊളിറ്റിക്സ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് കാരണം പല കാര്യങ്ങളും നടക്കാതെ പോയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, പല നല്ല രീതിയിലുള്ള പ്രീച്ചിങ് ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷേ ഈ ഡിവോട്ടീസ് തമ്മിലുള്ള പൊളിറ്റിക്സ് കാരണം പല നല്ല പ്ലാനുകളും നടക്കാതെ പോകും, അല്ലെങ്കിൽ പ്രീച്ചിങ്ങിന് ഒരു പുഷ് കിട്ടുന്ന പല കാര്യങ്ങളും നടക്കാതെ പോകും. അപ്പോൾ അത് 6ാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ 7ാമത്തെ ആയിട്ട് നമ്മൾ റൈറ്റ് ലെഫ്റ്റ് സെന്റർ ഒന്നും നോക്കാതെ നമ്മൾ ഡിവോട്ടീസിനെ ബ്ലാസ്ഫെയിം ചെയ്യും, ഓക്കെ, അവരെ ഇകഴ്ത്തി സംസാരിക്കും. ചിലപ്പോൾ അവരൊക്കെ അവരുടെ നല്ല ഒരു കരിയറോ അല്ലെങ്കിൽ നല്ല ഒരു വിദ്യാഭ്യാസമോ അവരുടെ ഫാമിലിയോ ഒക്കെ വിട്ടിട്ടായിരിക്കും ഭഗവാനെ ഫുൾ ടൈം സർവീസിന് വേണ്ടി വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതൊന്നും കൺസിഡർ ചെയ്യാതെ അവരെ കംപ്ലീറ്റ്ലി ഒരു സാധാരണ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങനെ അവരെ വളരെ താഴ്ന്ന രീതിയിൽ ഇകഴ്ത്തുകയും അങ്ങനെ അപരാധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ നാമാവരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുതെന്നുള്ളത്. പിന്നെ വരുന്നത് നമ്മൾ 8ാമത്തേതായിട്ട് പറയുന്നത്, ഈ ഒരുപാട് പഠിക്കുന്ന ഒരുപാട് പഠനത്തിലൊക്കെ ആഗ്രഹമായ ഡിവോട്ടീസ് ഈ ഒരു കുഴിയിൽ വീഴാറുണ്ട്. നമുക്കിപ്പം ഒരു മാത്സിൽ വലിയൊരു പ്രൊഫസറാണ്, ഓക്കെ, അദ്ദേഹത്തിന് മാത്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴായിരിക്കും ആ ഒരു ആനന്ദം കിട്ടുന്നത്, അല്ലെങ്കിൽ ഫിസിക്സിലൊരാളോ അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ ബിരുദം എടുത്തവരോ അങ്ങനെ. അപ്പോൾ ഈ വേൾഡ്ലി ആയിട്ടുള്ള ഡിഗ്രിയും കാര്യങ്ങളിലും ഒരുപാട് ആണ്ട് ജീവന് വേണ്ടിയുള്ള ഇത് അർത്ഥം സമ്പാദിക്കുന്നതിന് പുറമെ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളിൽ വളരെ ആസ്വാദികരമായിട്ട് നമ്മൾ ആഴ്ന്നിറങ്ങുന്നു. അപ്പോൾ പ്രഭുപാദിന്റെ തന്നെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്, സയന്റിസ്റ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്ന അന്നത്തെ കാലത്ത്. അപ്പൊ അവരെല്ലാവരും കൂടെ ചേർന്ന് ശരിക്കും ഈ ഭക്തിവേദ ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രഭുപാദ് അങ്ങനെ പറഞ്ഞിട്ട് ഭക്തിവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി. അവരതിനു വേണ്ടി ശരിക്കും അവർ സയന്റിസ്റ്റ് ആണ്, അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ടെമ്പറമെന്റ് ഉള്ളതുകൊണ്ട് അവർ അങ്ങനെ റിസർച്ച് ചെയ്യുന്നു. പക്ഷെ അവരുടെ എല്ലാ റിസർച്ചും ഭഗവാനാണ് സുപ്രീം എന്നുള്ളത്. ഇപ്പോഴും അത് ബോംബെയിൽ അതിന്റെ ഹെഡ് ആയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് ശരിക്കും. ഇങ്ങനെയാണത് ഇപ്പൊ സയന്റിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയൊരു ഡോക്ടറെ എടുത്ത ആളാണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മുടെ ആ കഴിവുകളെ തിരിച്ചു വിടണം. അല്ലാതെ ഒരു കോക്രോച്ചിനെ കുറിച്ച് പഠിക്കുന്ന ഒരാള് കോക്രോച്ച് എങ്ങനെ മുട്ടയിടുന്നു, അല്ലെങ്കിൽ കോക്രോച്ച് എങ്ങനെ അവരുടെ ജീവിതം വലുതാക്കുന്നു, കോക്രോച്ച് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ഈ ഒരു ഗണത്തിലാണ് പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കുറച്ച് സമയത്ത് ഞാൻ പറഞ്ഞു, പക്ഷേ സമയത്തിന്റെ ഒരു ഇതും കൂടെ ആയതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും കമന്റ്സോ ക്വസ്റ്റ്യനോ ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി പറഞ്ഞ ഒരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. എന്നാന്ന് വെച്ചാല് ആരുടെ ആയാലും, ഡിവോട്ടീസിന്റെ ആയാലും പബ്ലിക്കിന്റെ ആയാലും ആരാണ് നമ്മളുമായിട്ട് സഹകരിക്കുന്നവരുടെ നല്ല വശം മാത്രം എടുക്കുക, മറ്റുള്ള വശം തൊട്ട് നമ്മൾ പോവണ്ട. അവരുടെ നല്ല വശം എടുക്കുക എന്നുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലായി. താങ്ക് യു ഹരേ കൃഷ്ണ പ്രഭു. നല്ലൊരു ടേക്ക് അവേ ആണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ ജി. ഒരു നല്ല അവലോകനം, അതായത് ഒരു മുന്നറിയിപ്പ്, നമ്മളുടെ ഡിവോട്ടീസ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പരസ്പരം മനസ്സിലാക്കുക. അതായത് ഇത് പറയുമ്പോൾ ഒരു കവിത ഓർത്തു പോകുന്നുണ്ട്, മനസ്സേ നീ ഒരു മാന്ത്രികനോ. അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രതിഭാസമാണ്. അപ്പൊ നമ്മൾ ആ മനസ്സിനെ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ദുഃഖം ഒരാളോട് പറഞ്ഞു, അവര് ചിലപ്പോ അത് നമ്മളോട് സ്നേഹം, അനുകമ്പ എന്നൊക്കെ വെച്ചിട്ട് ഇതിനൊരു പോംവഴി എന്ന വണ്ണം വേറൊരാളോട് സംസാരിക്കും ചിലപ്പോ. അത് നമ്മൾ അറിയുമ്പോൾ നമുക്കതൊരു തെറ്റിദ്ധാരണ. ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞത് അദ്ദേഹം വേറൊരാളോട് പറഞ്ഞല്ലോ. അങ്ങനെ ഇതിനിടയ്ക്ക് നമ്മുടെ ഇടയ്ക്ക് തന്നെ തെറ്റിദ്ധാരണകൾ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ നല്ല വശത്തിൽ എടുക്കുന്നതും ചിലപ്പോ നമ്മൾ വേറൊരാളിൽ നിന്ന് കേൾക്കുമ്പോൾ അതൊരു തെറ്റിദ്ധാരണയിലേക്ക് പോകാറുണ്ട്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഇടയ്ക്കുണ്ട്. ഇപ്പൊ നമ്മൾ ഡിവോട്ടീസ് എന്ന് പറഞ്ഞ വാസ്തവത്തില് ത്രിശക്തി സ്വർഗം എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഡിവോട്ടീസ് അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയെ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആകെ ആശ്രയം നമ്മുടെ ഡിവോട്ടീസ്, നമ്മുടെ ഈ കുടുംബം എന്ന് പറയുന്ന ഡിവോട്ടീസ് കുടുംബം മാത്രമാണ്. അത് പരസ്പരം വീഴ്ച വരുന്ന
നമുക്ക് അവരെ സഹായിക്കുക, അവരോടൊപ്പം നമ്മൾ ദുഃഖങ്ങൾ പങ്കുവെക്കുക, സുഖമായാലും ദുഃഖമായാലും പങ്കുവെക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രഭുജി. പക്ഷെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും തുറന്ന് തന്നെ സംസാരിക്കണം. അങ്ങനെയൊക്കെ കുറെ. പക്ഷെ തുറന്ന് സംസാരിക്കുന്ന ആരുടെ അടുത്തായിരിക്കണം എന്നുള്ളത് നമ്മൾ അതുണ്ട്. ജൂനിയേഴ്സിന്റെ അടുത്തായിരിക്കില്ല മാധവി. കാരണം അവരത് കുറച്ചുകൂടെ വേറൊരു രീതിയിൽ എടുത്തുകൊണ്ട് വരും. അപ്പൊ നമ്മള് ജൂനിയേഴ്സിന്റെ അടുത്ത് എങ്ങനെ പെരുമാറണം, നമ്മുടെ അതേ രീതിയിലുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, നമ്മുടെ സീനിയേഴ്സിന്റെ അടുത്ത് എന്നുള്ളത്. ഇപ്പൊ നമുക്കിപ്പം മാധവി പറഞ്ഞ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പിയർസുമായിട്ട് അത് ഷെയർ ചെയ്താൽ നമുക്കൊരു ആശ്വാസം കിട്ടും. പക്ഷെ അതിനൊരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മള് സീനിയേഴ്സുമായിട്ട് ഷെയർ ചെയ്യണം. പ്രഭുജി അതല്ല, നമ്മൾ പറയുന്ന അതേ സെൻസിൽ ഉൾക്കൊള്ളുന്നവരോട് മാത്രമേ നമ്മളത് പറയാവുള്ളൂ. അല്ല, നമ്മളൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ മാധവി പറഞ്ഞ ശരിയാണെന്ന്. നമ്മുടെ വേദന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ നമ്മൾ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്താണത്. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിനൊരു സൊല്യൂഷനോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷനാണ് ആത്യന്തികമായിട്ട്, അല്ലേ? അപ്പൊ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണ കോൺഷ്യസിൽ പുതിയ വരുന്ന ഒരാൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴേ അവർക്കുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത്രയും പ്രശ്നമോ, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഒഴിവാക്കി കളയാം എന്നുള്ള രീതിയിലേക്ക് വരും. മനസ്സിലായില്ലേ? മാധവി പറഞ്ഞ പോലെ ആ ഒരു ബാൻഡ്വിഡ്ത്ത് അതിലെങ്ങനെ പറഞ്ഞു, ബാൻഡ്വിഡ്ത്ത് സെയിം ആയിട്ടുള്ള ആൾക്ക് പറയണം എന്നുള്ളത് മെറ്റീരിയലിസ്റ്റിക്കലി കറക്റ്റ് ആണ്. ഓക്കെ. പക്ഷെ സ്പിരിച്വലി വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ സീനിയേഴ്സുമായിട്ട് അത് ഷെയർ ചെയ്താലേ അതിനൊരു സൊല്യൂഷൻ കിട്ടും. പിയർസുമായിട്ട് പറയുമ്പോൾ നമുക്ക് അതിൽ എന്താ അറ്റ്ലീസ്റ്റ് ഒരു വിഷമകരമായ ഒരു സിറ്റുവേഷൻ അവർ കൂടെ നിൽക്കാൻ അവർ തയ്യാറാവും. പക്ഷെ അവർക്കും അതിന്റെ സൊല്യൂഷൻ അവരും ചിലപ്പോൾ അതേ ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ജൂനിയേഴ്സ് ആയിട്ട് ഷെയർ ചെയ്യാനേ പറ്റില്ല. അപ്പൊ ആ ഒരു ഇത് നമ്മൾ നോക്കി ഷെയർ ചെയ്യും. അതാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഹരേ കൃഷ്ണ പ്രഭുജി. പിന്നെ ഓരോരുത്തർക്കും ഇങ്ങനെ അവരവരുടെ ആശയങ്ങൾ ഒക്കെ പങ്കുവയ്ക്കാം, ആഡ് ചെയ്യാം. പിന്നെ എല്ലാത്തിന്റെയും ബേസ് സ്നേഹം തന്നെയാണ്, ഭക്തിയും സ്നേഹവും. ഒരാളുടെ ദുഃഖം കേൾക്കുമ്പോൾ നമുക്ക് അവരോട് സകല ചരാചരങ്ങളോട് സ്നേഹം തോന്നണമെങ്കിൽ ഈശ്വരനെ നമ്മൾ ഫുള്ളായി അറിഞ്ഞിരിക്കണം. ഈശ്വരനെ ആശ്രയിച്ച ഒരാൾക്ക് മാത്രമേ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായും വരികയുള്ളൂ. അതെ അതെ അതെ. നമുക്ക് എന്തും എവിടെയും പറയാനുള്ള ഒരു ലൈസൻസ് കിട്ടിയെന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ ചില രീതിയിൽ പെരുമാറുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രശ്നത്തിലോട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെ ആരെടുത്ത് പറയണം എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാലേ നമ്മളിപ്പോ നമ്മൾ കൃഷ്ണ കോൺഷ്യസിൽ വരുമ്പോഴും പറയും ഫസ്റ്റ് ബി കോൺഷ്യസ്, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ, എന്നിട്ട് നിങ്ങൾ കൃഷ്ണാബോധത്തിൽ വരും. ഓക്കെ. ഇപ്പൊ പല സിറ്റുവേഷനും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഡിവോട്ടി കഷ്ടപ്പെട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് വേറൊരു ഡിവോട്ടി വേറൊരു അർജൻസി ഇല്ലെങ്കിലും നമ്മൾ മാലയും ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സെൻസിറ്റീവ് അല്ല, നമ്മൾ ഭയങ്കര ഇൻഡിഫറൻ്റ് ആണ്, എന്റെ സ്പിരിച്വൽ ലൈഫ് എന്റെ മാത്രം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു കമ്മ്യൂണിറ്റി ത്രൈവ് ചെയ്യില്ല. അപ്പൊ ഒരാളൊരു വലിയ പാത്രം എടുക്കുന്നു, ഒരു വലിയ അണ്ടാവ് എടുക്കുന്നു. ഓക്കെ, ഒറ്റയ്ക്ക് ഒരു കിച്ചണിൽ ആ സൈഡിൽ വന്നിട്ട് ഒരാളെയും ജപിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സർവീസ് ആയിരിക്കില്ല ഈ കിച്ചണിൽ സെർവ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ മറ്റേ ഡിവോട്ടി ചിലപ്പോൾ കിച്ചണിൽ സെർവ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഡിവോട്ടി ആയിരിക്കും. പക്ഷെ നമ്മളെ ഒരു ഡിവോട്ടി ആണെങ്കിൽ നമുക്ക് ആ ഒരു സംവേദനം വരണം, ഒരു സെൻസിറ്റീവ് വരണം. ഓക്കെ, എന്റെ ഒരു കൈ ജപത്തിലാണെങ്കിൽ ഒരു കൈയിൽ വെച്ച് ഞാൻ സഹായിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയെ വളർന്നു പോകാൻ പറ്റും. ഇല്ലെങ്കിൽ എല്ലാവരും ഓരോരുത്തർ അവരവരുടെ കാര്യം മാത്രം നോക്കി പോയാൽ നമുക്കൊരു മൂവ്മെന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഒരു ന്യൂക്ലിയർ ഫാമിലി ഒരു വലിയൊരു കൂട്ടുകുടുംബം ആവണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിലർ താഴ്ന്നു നിൽക്കും, ചിലർ പൊങ്ങി നിൽക്കും. അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മൾ ഒരു കൈ സഹായം അപ്പുറത്ത് ഇപ്പുറത്ത് വെക്കാം. പറ്റുന്നില്ല, ഞാൻ പറയുന്നത് എല്ലായ്പ്പോഴും പറ്റില്ല. ഇപ്പൊ ഒരാൾ പൂജാരി ആണെങ്കിൽ പൂജാരിയുടെ എല്ലാ സർവീസും വേറൊക്കെ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശരിക്കും അതിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ സത്സംഗത്തിൽ നിന്ന് നിൽക്കാനും ബാക്കി ആൾക്കാർ പുതിയതായിട്ട് വരാനും ഇതിനെ വളർത്താനും ഒക്കെ പറ്റും. അപ്പൊ നമ്മൾ റൂൾസ് മാത്രം നോക്കി ചെയ്താൽ ഈ പറഞ്ഞ പോലെ ആ റൂൾസ് ആ ടൈം പ്ലേസ് സർക്കംസ്റ്റൻസ് അനുസരിച്ച് ചെയ്യും. പ്രഭുപാദാണ് എന്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ഹരേ കൃഷ്ണ പ്രഭുജി. പിന്നെ ഉള്ളത് നമ്മള് വലുതെന്നോ ചെറുതെന്നോ ഞാനെന്നോ എന്റേതെന്നോ ഉള്ള ഒരു ബോധം, അതായത് സമഭാവന ഭക്തിയിൽ വരുമ്പോ എല്ലാവർക്കും ഉണ്ടാകണം. ഉണ്ടാകാതിരുന്നാൽ അവിടെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാകും. ഇപ്പൊ അവർ ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ ധനാഢ്യരാണ്,
നമ്മൾ താഴ്ന്നു. ഇങ്ങനെയുള്ള ഒരു ഓക്കെ. മനോഭാവം വന്നാല് അവിടെ പ്രശ്നം ഉണ്ടാകും. അത് വരാതിരിക്കാൻ വളരെ അത്യാവശ്യമായ താങ്ക് യു. ഒരു കാര്യം തന്നെയാണ് പ്രഭുജി. സോ ഹരേ അത് ഞാൻ കൃഷ്ണ. വേറൊരു കാര്യം ഞാനിതിനൊന്ന് ഒന്ന് ഒന്ന് ഉപസംഹരിക്കാം. അപ്പൊ നമ്മുടെ ഇതുപോലുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു മോഡിലോട്ട് പോകരുത് ഒരിക്കലും. ഇപ്പൊ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നമുക്കൊരു അതോറിറ്റി എടുത്ത് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഒരാൾ തെറ്റ് ചെയ്യുകയാണ്, അദ്ദേഹത്തിനടുത്ത് പോയി ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ആരാണോ നിയോഗിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം ആര് പറഞ്ഞാലാണോ കേൾക്കുന്നത് അവരുടെ അടുത്ത് പോയി പറയാം. നമ്മൾ അവരുമായിട്ട് അടികൂടേണ്ടതോ അല്ലെങ്കിൽ വാഗ്വാദത്തിൽ ഏർപ്പെടേണ്ട കാര്യമില്ല. പ്രഭു ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കടുപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം വാദപ്രതിവാദങ്ങൾ വരുമ്പോൾ അതിൽ നമ്മൾ സൈഡ് ചേരാതിരിക്കുക. നമ്മളൊരു സൈഡിൽ കൂടെ പോകുക, ഹരേ കൃഷ്ണൻ പറഞ്ഞ് നമ്മൾ സൈഡിൽ കൂടെ പോകുക. അതുപോലെ ഈ നമ്മൾ കൂടുതലും ഈ ഡിവോട്ടീസ് അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഭക്തന്മാർ വരുമ്പോൾ അവർ പേഴ്സണലായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നോക്കുക. അവരുടെ ആ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് പേഴ്സൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് അത്രയും ട്രാൻസ്ഫർ ആയിട്ട് കിട്ടും. അപ്പൊ ഒരിക്കലും ഈ കൂടുതലും ഇംപേഴ്സണൽ ആയിട്ടുള്ള മീഡിയ, നമ്മൾ ലെക്ചർ മാത്രം കേട്ട് വീട്ടിലിരിക്കും, നമ്മൾ അമ്പലത്തിൽ പോകില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടാതിരിക്കാൻ നോക്കുക. പിന്നെ എല്ലാത്തിൻ്റെയും ഒരു 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 എന്താ പറയുക, ഒരു വലിയൊരു പുഷ് കിട്ടുന്നത് നമുക്ക് ഭഗവാനെ കുറിച്ച് എത്രത്തോളം അറിയണം, അല്ലെങ്കിൽ അത്രത്തോളം പറഞ്ഞ പോലെ എത്രത്തോളം സ്നേഹിക്കണം, ആ ഒരു ലൗല്യം എന്നുള്ള ഒരു ഗ്രീഡ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ വന്നാലേ നമുക്ക് ഇതിനെയൊക്കെ തരണം ചെയ്ത് രൂപ ഗോസ്വാമി പ്രഭുപാദ് പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒന്ന് കണ്ണോടിച്ചപ്പോൾ നടക്കുന്ന സംഭവങ്ങളായിട്ടാണ് ഞാൻ ഇതെടുത്ത് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. എൻ്റെ തന്നെ ബെനിഫിറ്റിനും ചിലപ്പോൾ ബാക്കിയുള്ളവർക്കും അത് ബെനിഫിഷ്യൽ ആവുന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ഭാഗവത്തിൽ ഈ ശ്ലോകം കുറച്ച് ടെക്നിക്കൽ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ വഴിമാറ്റി. അപ്പം ഇതൊരു നല്ലൊരു വളരെ എഫക്റ്റീവ് ആയിട്ടൊരു പദ്ധതിയാണ്. ഇങ്ങനെയുള്ള ഒരു എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം പ്രജൽപ്പം കുറയും നമ്മുടെ ലൈഫിൽ. 8 മണി തൊട്ട് 8:45 വരെയുള്ള പ്രജൽപ്പമെങ്കിലും നമുക്ക് അതുകൊണ്ട് ഒഴിവാക്കാം. അതുപോലെ വൈകുന്നേരം 5 മണി തൊട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള എൻഗേജ്മെന്റ്, പോസിറ്റീവായിട്ടുള്ള എൻഗേജ്മെന്റ് വരുമ്പോൾ തന്നെ കുറെ നെഗറ്റീവ് കാര്യങ്ങൾ പോകും. ഇപ്പൊ നമ്മുടെ പ്രശ്നം സമയമില്ലാത്തതല്ല, സമയത്തിന് ശരിയായിട്ട് വിനിയോഗിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ അത് സമയം കൂടുതലുള്ളതാണ് ഒരു തരത്തിൽ പ്രശ്നം. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളിൽ നിന്ന് ഈ പ്രശ്നത്തിൽ വരേണ്ടി വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗവതവും ചൈതന്യചരിതാമൃതവും ഇങ്ങനെയുള്ള ഓൺലൈനിൽ കൂടെയും ഓഫ്ലൈനിൽ കൂടെയുള്ള പ്രോഗ്രാംസ് ഒരുപാട് ചെയ്യുന്ന ഡിവോട്ടീസിന് വളരെ എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതിനുള്ള നമസ്കാരം. എനിക്ക് ഇതിലേക്ക് ഇടയ്ക്ക് ഡെയിലി കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കയറാനുള്ള രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്യാം. അപ്പോ താങ്ക് യു പ്രഭുജി. കണ്ടെത്തണം പ്രഭുജി, വളരെ നന്ദി പ്രഭുജി, വളരെ നന്ദി. വളരെ നല്ല ക്ലാസ് ആണ് പ്രഭു എടുത്തത്. നല്ല സൂപ്പർ ഏരിയസേഷൻസും നമ്മുടെ പ്രഭുവിന്റെ ലീലകളിൽ നിന്നും പ്രഭു സംസാരിച്ചു. സുഹൃത്ത് ഗോപാൽ പ്രഭു പേര് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ട്സ് ആണ് ഇപ്പൊ പ്രഭുവിന്റെ ക്ലാസ്സിന് ശേഷം ഉണ്ടായത്. അതെല്ലാം ഒരു സുഹൃത്തിനെ പോലെ പ്രഭു നന്നായി ആൻസർ ചെയ്തു. വളരെ നന്ദിയുണ്ട് പ്രഭുജി. പ്രഭുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഭു ഇസ്കോണിലെ നല്ല ഒരു മാതൃകാ ഗൃഹസ്ഥനാണ്. ഇസ്കോണിലെ ഏതൊരു ഫെസ്റ്റിവലും ടെമ്പിൾ അലങ്കാരം കംപ്ലീറ്റ് ആത്മാർത്ഥമായി ഓടി നടന്ന് ചെയ്യുന്ന സർവീസ് ചെയ്യുന്നത് പ്രിയപ്പെട്ട സുഹൃത്ത് ഗോപാൽ പ്രഭുവാണ്. എല്ലാ ഫെസ്റ്റിവലിന്റെയും ഡെക്കറേഷൻ, ഹാൾ ഡെക്കറേഷൻ സുഹൃത്ത് ഗോപാൽ പ്രഭുവാണ് ചെയ്യുന്നത്. ഇസ്കോൺ ട്രിവാൻഡ്രത്തിലെ ഒരു നട്ടലാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ഗോപാൽ പ്രഭു. അതേപോലെ പ്രഭു ഡിജിറ്റൽ ജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രഭുവിന് GOIC എന്ന് പറഞ്ഞ് ഡിജിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന ആ ഫീൽഡിൽ നിന്ന് ഒരുപാട് പേരെ പ്രീച്ച് ചെയ്യാൻ വേണ്ടി കായക്കോട്ടത്ത് GOIC എന്ന് പറഞ്ഞ ഗീതാ യോഗ സെന്റർ ഉണ്ട്. അവിടെ പ്രസാദം സർവീസ് ചെയ്യുന്നത്, പാചകം ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം സൈലന്റ് സർവീസ് ഒക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്യും. അപ്പോ വളരെ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് ഡിവോഷണൽ ക്വാളിറ്റി ഉള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ഗോപാൽ പ്രഭുവിന് ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി നന്ദി പറയുന്നു. താങ്ക് യു പ്രഭു, വളരെ സന്തോഷം. പ്രഭു അതേപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞു പ്രഭുജി, നമ്മളെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡീഷണൽ ഉൾക്കൊണ്ട് പ്രഭുവിനെ ആർക്കെങ്കിലും പറയണമെങ്കിൽ നമുക്ക് പറയാൻ അവസരം കൊടുക്കാം.
അഡീഷണൽ പോയിന്റ്സ്, ഇന്നത്തെ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡീഷണൽ പോയിന്റ്സ്. അതെ, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഐശ്വര്യ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. ഹരേ കൃഷ്ണ. ഇന്ന് ഒരു പോയിന്റ് പ്രഭു ധന്യവാദ്. കേൾക്കാൻ ചക്രപ്രഭു പറയണം. ഓക്കെ പ്രഭു റിയലൈസേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് പല കാര്യങ്ങളും നമ്മൾ വൈഷ്ണവ എത്തിക്കേറ്റ്സിൽ പഠിച്ച കാര്യങ്ങളുണ്ട്, പലതും സീനിയർ ഡിവോട്ടീസ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ബട്ട് ചില സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അൺനോയിങ്ലി ഇൻവോൾവ് ആവാറുണ്ട് പ്രഭു. അപ്പോ വി ആർ ഹെൽപ്ലെസ്. നമുക്ക് അപ്പോ എന്തു പറയാൻ, നമ്മളത് എത്ര വേണ്ടെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ സർവീസ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ആ ഡിവോട്ടീസിന്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, പ്രഭു ഇങ്ങനെ കുറ്റം പറയുന്നത് നമുക്ക് നല്ലതല്ല, എന്നാൽ നമ്മളെയും ഡൗൺ ആക്കും, ബാക്കിയുള്ളവർക്കും പ്രശ്നം ഉണ്ടാക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് വീണ്ടും ഒരു ഡിവോട്ടിയിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തിൽ കർമ്മി ലൈഫിൽ ഇങ്ങനെ നമുക്ക് ബാക്ക് ടു ബാക്ക് കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ എത്ര ഒഴിവാക്കിയാലും ഇത് പക്ഷെ മൈൻഡിൽ എവിടെയെങ്കിലും ഒക്കെ കിടക്കും പ്രഭു. കിടന്നിട്ട് നമ്മള് ആ ഡിവോട്ടിയെ കാണാൻ നേരത്ത് അറിയാതെ വരും. അപ്പോഴും നമ്മളിപ്പോൾ ഭഗവാനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചാലും ഇത് നോയിങ്ലി അൺനോയിങ്ലി വരും. പക്ഷെ പ്രഭു ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ അത് ഭയങ്കര നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്തു. എന്ത് പറയാൻ, ഇനിയും നമ്മൾ കുറച്ചുകൂടെ വിജിലന്റ് ആയിരിക്കണം എന്നൊരു ഫീൽ വന്നു പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ക്ലാസ് വേറെ ആരെങ്കിലും അവരുടെ റിയലൈസേഷൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു. ഇപ്പൊ പ്രഭു പറഞ്ഞ പോലെ നമ്മള് പലയിടത്തും കൃഷ്ണ കോൺഷ്യസ് ആണ് നമ്മള് വന്നത് വലിയൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും തന്നെയാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ സീനിയർ ഡിവോട്ടീസ് പോലും. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. ഞാൻ അത്രയൊന്നും സീനിയർ അല്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള കുറെ സീനിയേഴ്സ് ആയിട്ടുള്ള ഡിവോട്ടീസ് പോലും കുറെ കാര്യങ്ങൾ അവര് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമം തോന്നും. അതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ച പാഠം എന്താന്ന് വെച്ചാൽ അവരുടെ റിയലൈസേഷൻ അനുസരിച്ച് ചെയ്യണു. നമുക്ക് എന്താണോ കിട്ടിയത് ഭഗവാന്റെ കയ്യിൽ നിന്ന് അതനുസരിച്ചിട്ട് മിണ്ടാണ്ട് പോവുക. അങ്ങനെ വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന വെച്ചാൽ നമുക്ക് അങ്ങനെ ഉള്ളു തുറന്നപ്പോ പ്രഭു പറഞ്ഞില്ലേ നമ്മള് ഓപ്പൺ ആയിട്ട് സീനിയർ ഡിവോട്ടീസിനോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നത്. പക്ഷെ അത് പറയാനുണ്ടാവില്ല, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അറിയില്ലല്ലോ ആരാണ് ആ ഒരു തലത്തിൽ എത്തിയിട്ടുള്ളതെന്നും. അല്ലെങ്കിൽ പിന്നെ അത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് കോണ്ടാക്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഉണ്ടല്ലോ പ്രഭു. ഒരു കാര്യം ഇന്ന് ഇന്റർപ്റ്റ് ചെയ്തു. ഇപ്പൊ ശരിക്കും സീനിയർ ആയിട്ട് നമ്മളെ ഗുരു മഹാരാജ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഗുരു മഹാരാജിന്റെ ആ ഒരു ലെവലിലുള്ള ഡിവോട്ടീസ് ഉണ്ടല്ലോ. അപ്പൊ ആദ്യം നമ്മള് ലോക്കൽ ആയിട്ടുള്ള സീനിയർ ഡിവോട്ടീസ് ആണ് നമ്മളെ ശിക്ഷാ ഗുരുവായിട്ട് വരുന്നത്. ആ ഒരു ലെവലിൽ ഒരു ട്രസ്റ്റ് ഇല്ലെങ്കിൽ മാതിരി അടുത്ത ലെവലിൽ ഇതുപോലെ ഗുരു മഹാരാജിന്റെ ലെവലിലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇപ്പം എനിക്കൊരു സുഹൃത്തുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്റെ ഗുരു മഹാരാജിന്റെ ഇനിഷ്യേഷൻ എടുത്ത ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഗൈഡൻസ് ലോക്കലായിട്ട് കിട്ടാത്തതുകൊണ്ട് ഗുരു മഹാരാജും ഇടയ്ക്ക് ഇപ്പൊ അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം വേറൊരു സന്യാസി, ആഫ്രിക്കയിൽ കുറിച്ച് ചെയ്യുന്ന ഒരു വേറൊരു സന്യാസി, അദ്ദേഹത്തിൻ്റെതാണ് ഇതെടുക്കുന്നത്, ശിക്ഷ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആളെ കിട്ടും. പക്ഷെ നമ്മുടെ പ്രശ്നം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചിലപ്പോ ഇപ്പൊ അതിൽ പറഞ്ഞ പോലെ ചുറ്റുവട്ടത്തുള്ള ഒരാളെ നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ തേടിയാൽ നമുക്ക് വേറെ ഭഗവാൻ ഒരാളെ തരും. നമുക്ക് ഈ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ പറയാനല്ല, നമുക്ക് ഭക്തിയിൽ ഉയരാൻ വേണ്ടിയിട്ടുള്ള രീതി. അതെ, പ്രഭു പറഞ്ഞത് വളരെ കറക്റ്റാ. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഞങ്ങളെ പോലെയുള്ളവർക്കൊന്നും അങ്ങനെ കണക്ഷൻ കിട്ടില്ല. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ അത്ര ഇതിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെ കോണ്ടാക്ട്സ് ഉള്ളവർക്കോ ഒരു പക്ഷെ കിട്ടുണ്ടാവും. അല്ല മതി, എനിക്കൊന്ന് ചില കേസിൽ എനിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഒരുപാട് ഇതിലും ഞാനും ഇങ്ങനെ പകച്ചു നിന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ചിലര് ഗുരു മഹാരാജിന്, നമ്മുടെ തന്നെ ഗുരു മഹാരാജിന് ലെറ്റർ എഴുതുമ്പോൾ ഈ ഒരു ആത്മാർത്ഥമായിട്ടുള്ള രീതിയിൽ ഉള്ള സാധനങ്ങൾക്ക് അവർക്ക് റിപ്ലൈ കിട്ടാറുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ, അറിയില്ലായിരുന്നു കേട്ടോ പ്രഭു. നമുക്ക് അങ്ങനെ ഒരുപാട് കെയർ ഗ്രൂപ്പ് ഉണ്ട്. അതായത് നമുക്ക് ഭക്തന്മാരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ നമ്മള് മാധവി പറഞ്ഞ പോലെ നമുക്ക് പലതും അവെയർ അല്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അത്രയും ആ ഒരു മെഷറിലോട്ട് പോകുന്നില്ല. നമ്മൾ ഇതുപോലെ ഓക്കെ ആരും ഇല്ലല്ലോ പറയാൻ, നമ്മളെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് നമ്മൾ തന്നെ ജീവിക്കും.
ഓക്കെ, ഈ പ്രശ്നങ്ങളോടുകൂടി തന്നെ നമ്മൾ പൊരുത്തപ്പെട്ടു പോകാൻ നോക്കും. അതെ. കെയർ ഗ്രൂപ്പ് ആയിട്ടുള്ള രീതിയിൽ മാതാജി എനിക്ക് ഒന്ന് നോക്കിയോ, അല്ലെങ്കിൽ നമുക്കിപ്പം സീനിയേഴ്സ് ആയിട്ട് ഇപ്പം കഥാമത പ്രൂവ് ചോദിച്ചിട്ട് നമുക്ക് ആ രീതിയിൽ ഓക്കെ നിങ്ങളെ നെക്സ്റ്റ് ലെവൽ, ഇപ്പൊ നമ്മൾ ഈ കമ്പനിയിലൊക്കെ പറയുന്നല്ലോ, ഇപ്പോൾ ആദ്യം മാനേജറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് മാനേജർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സീനിയർ ആയിട്ടുള്ള ആൾക്ക് പറയണം, സീനിയർ മാനേജർ. അദ്ദേഹത്തിന്റെ അടുത്തും ശരിയായില്ലെങ്കിൽ ഡയറക്ടറുടെ അടുത്ത് പറയണം. ഓക്കെ, അപ്പൊ മൊത്തത്തില് ശ്രീല പ്രഭുപാദ് അതുകൊണ്ടാണ് GBC അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത്, അങ്ങനെ ഒരു ഹൈറാർക്കി കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ഇസ്കോണിൽ തന്നെ ചില കാര്യങ്ങള് തെറ്റായിട്ട് നടക്കുന്നു എന്ന് തന്നെ തോന്നിയാൽ തന്നെ നമുക്ക് GBCയുടെ അടുത്ത് ലെറ്റർ അയക്കാം. അപ്പൊ അവരാണത് കറക്റ്റ് ചെയ്യുന്നത്. ട്രൈ ചെയ്യാം, എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു ദയവായി ക്ഷമിച്ചാലും പ്രഭുവിന്റെ അനുമതിയോടുകൂടി ഇന്നത്തെ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ പോയിന്റ് പറഞ്ഞോട്ടെ, 1-2. പ്ലീസ് പ്ലീസ്. താങ്ക് യു. നമുക്ക് വായിച്ച ഈ ശ്ലോകം പൊതുവെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ഒരു ശ്ലോകമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കി വെച്ചതിൽ നിന്നും അല്പം വ്യത്യസ്തമായാണ് ആ ശ്ലോകം പറയുന്നത്. സാധാരണ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ സാധാരണ അത് 28ാമത്തെ ചതുർയുഗത്തിൽ മാത്രമേ അങ്ങനെ വരൂ. ബാക്കി എല്ലാ പ്രാവശ്യവും സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം എന്നാണ് വരുമെന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ഒരു ആദ്യത്തെ അറിവായിരിക്കും. എന്തായാലും അത് ശ്ലോകമായിട്ട് തന്നെ ഉള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കേണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാല് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കാലം ഒരിക്കലും ഭഗവാനെക്കാളും മുകളിലല്ല, കാലം ഭഗവാന്റെ താഴെ ആണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ സമയക്രമങ്ങളും സാധാരണ നിയമങ്ങളും ഒന്നും ഭഗവാന്റെ ബാധകമല്ല. ഉദാഹരണത്തിന് ഇത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്കൊന്ന് എങ്ങനെയെന്ന് മനസ്സിലാക്കി നോക്കാം. സാധാരണ നമ്മളൊരു യോഗം നമുക്ക് വിളിക്കുകയാണെങ്കിൽ, ഒരു മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ ആ യോഗത്തിന് ഒരു അജണ്ട ഉണ്ടാവും. എന്നാൽ ഈ അജണ്ട ഉള്ള സമയത്തായിരിക്കില്ല ചിലപ്പോൾ ചീഫ് ഗസ്റ്റ് വരുന്നത്. ഇനി ചീഫ് ഗസ്റ്റ് വന്നതിന് ശേഷമാണ് എങ്കിൽ അജണ്ടയിൽ മാറ്റം വരും. അപ്പോ ചീഫ് ഗസ്റ്റിനായിരിക്കും ആദ്യത്തെ അവസരം കൊടുക്കുന്നത് സംസാരിക്കാൻ. ബാക്കി എല്ലാ പരിപാടിയും ഉടനെ മാറ്റും. കാരണം ചീഫ് ഗസ്റ്റിന് അത്രയ്ക്കും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ കാലം ഒന്നും അവിടെ നിയമം, നീതി, റൂൾസ് ആൻഡ് റെഗുലേഷൻ അതൊന്നും പറയില്ല. കാലം പോലും മാറ്റി നിൽക്കും. കാരണം ഭഗവാന്റെ അണ്ടറിലാണ് കാലം, ഭഗവാൻ ഉണ്ടാക്കിയതാണ് കാലം. ഭഗവാനെ ഒരിക്കലും കാലം സ്വാധീനിക്കത്തില്ല. ഭൂതകാലം, ഭാവികാലം, മറ്റേ വർത്തമാനകാലം എല്ലാം മറ്റുള്ള ബദ്ധാത്മാക്കൾക്കുള്ള ദോഷങ്ങളെ പൊട്ടാൻ വേണ്ടി ഭഗവാൻ ഉണ്ടാക്കിയ ആയുധമാണ്. പക്ഷെ ആ ആയുധം ഒരിക്കലും ഭഗവാന് എതിരല്ല, ഭഗവാന് അനുകൂലമാണ്, ഭഗവാന്റെ അണ്ടറിലാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ റിയലൈസേഷൻ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, കോടതിയുടെ നിയമമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പല കോടതികൾ പല വിധികൾ പുറപ്പെടുവിക്കുമെങ്കിലും സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതാണ് ഫൈനൽ. അപ്പോ അവിടെ ഈ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് അവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി നിയമങ്ങൾ, നീതികൾ എല്ലാം അതിന്റെ അണ്ടറിലാണ്, അതിന് മുകളിൽ എന്നത് മനസ്സിലാക്കാവുന്നതാണ്. അത് ഒരു റിയലൈസേഷൻ. പിന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് പരാശര മുനിയുടെ പുത്രനായ നമ്മുടെ ഭഗവാന്റെ അവതാരമായ വേദവ്യാസൻ എന്നുള്ളത് പുറപ്പെട്ടിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരാശര മഹർഷി ആയാലും വേദവ്യാസനായാലും അദ്ദേഹത്തിന്റെ പുത്രനായ സുഖദേവ ഗോസ്വാമി ആയാലും ഇവരെല്ലാം പരിപൂർണ മുക്താത്മാക്കളാണ്. നമുക്കുണ്ടാകുന്ന വികാര വിചാരങ്ങൾ ഒരിക്കലും ഇവർക്കില്ല. നമ്മള് ചെറുതായിട്ട് കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ, കേൾക്കാമോ? കേൾക്കാമോ? ഹരേ കൃഷ്ണ, കുറച്ച് വിട്ട് കേൾക്കുന്നുണ്ട്. കേൾക്കാമോ? ഹരേ കൃഷ്ണ, ഇപ്പൊ കേൾക്കാം. സോറി. പരാശര മുനി ആയാലും അദ്ദേഹത്തിന്റെ പുത്രനായ വേദവ്യാസനായാലും അദ്ദേഹത്തിന്റെ പുത്രനായ സുഖദേവ ഗോസ്വാമി ആയാലും ഇവരെല്ലാം പരിപൂർണ മുക്താത്മാക്കളാണ്. അതിന് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, നമ്മുടെ പരാശര മഹർഷി സത്യവതി ദേവിയിൽ അനുരക്തനായി അതിലൂടെ വേദവ്യാസൻ ജനിച്ചു എന്ന് പറയുന്നത് 100% തെറ്റാണ്. അനുരക്തനായിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ പോലുള്ള വികാര വിചാരങ്ങൾ ഉള്ളവരല്ല ഇവർ അതൊക്കെ എത്രയോ മുകളിലാണ്. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റിയലൈസേഷൻ കൂടെ അതിനകത്ത് പറയാൻ പറ്റും. ഒന്ന്, നമ്മുടെ വേദവ്യാസൻ സ്വയം ഭഗവാനാണ്, അവതാരമാണ്, സത്യവേഷ അവതാരം.
അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് പരാശര മഹർഷി. ശരിക്കും അദ്ദേഹം പരിപൂർണ മുക്താത്മാവാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് സുഖദേവ ഗോസ്വാമി ഭൗതിക ലോകത്തിൽ വരാൻ മായ പിടിക്കുമെന്ന് ഭയന്ന് 16 വർഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്നുള്ളത് നമുക്കറിയാം. 16 വർഷം. എന്നാൽ നമുക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമുണ്ട്. ഇതേ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ പരാശര മഹർഷി 12 വർഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വെളിയില്ല. പരാശര മഹർഷിയും 12 വർഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇറങ്ങി നിന്നും പുറത്ത് വന്നില്ല, മായ പിടിക്കുന്നു പറഞ്ഞു. അപ്പൊ അത്രയ്ക്കും ആ ഒരു പരമ്പര തന്നെ, ഒരു ശ്രദ്ധ അവരുടെ ഗർഭകാലത്തിൽ തന്നെ അവർ കണ്ടിന്യൂ ചെയ്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള പരാശര മഹർഷി ദേവിയിൽ അവിധത്തരാപത്തില്ല. കാരണം അദ്ദേഹം ബദ്ധാത്മാവല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ മാർക്കുകളിലും നമ്മളുടെ സീരിയലുകളിലും അങ്ങനെയാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ ബ്രഹ്മമതകോടിയ സമ്പ്രദായത്തിലെ ആചാര്യന്മാരുടെ ഭാഷ്യം എന്താണ് നമുക്ക് നോക്കാം. അതെങ്ങനെയെന്ന് വെച്ചാല് സത്യവതി എന്ന് പറയുന്ന ദേവി മനുഷ്യന്റെ വയറ്റിൽ നിന്നും ഉണ്ടായ മനുഷ്യ സ്ത്രീയാണ്. പക്ഷെ ഒരു ദോഷം ദേവിക്കുണ്ടായി. എന്നിട്ട് പണമല്ല, കേൾക്കാമോ ഹരേ കൃഷ്ണ? ക്ലിയർ ഇല്ല. കേൾക്കാമോ ഹരേ കൃഷ്ണ? ക്ലിയർ ഇല്ല. ഓക്കെ. സത്യവതി ദേവി പരാശര മഹർഷി കാണുന്നത് വരെയും ദേവിയുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുമായിരുന്നു. ദുർഗന്ധം. അങ്ങനെ ദുർഗന്ധം വമിക്കുന്ന ഒരു ലേഡിയോട് മുക്താത്മാവായ പരാശര മഹർഷിക്ക് ഒരിക്കലും അനുരക്തി ഉണ്ടാവത്തില്ല. പരാശര മഹർഷിക്ക് മാത്രമല്ല, ആർക്കും അനുരക്തി ഉണ്ടാവത്തില്ല. അത്രയ്ക്കും ദുർഗന്ധം വമിക്കുമായിരുന്നു. എന്നാൽ പരാശര മഹർഷി അവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ആ സമയത്തുള്ള ഗ്രഹനില വച്ച് നോക്കുമ്പോൾ ആ സമയത്ത് ഭൂജാതനാകുന്ന ഒരു വ്യക്തിക്ക് വേദങ്ങളെ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശക്തി ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന്റെ ദിവ്യദൃഷ്ടിയിൽ മനസ്സിലാക്കി ഒരു സ്ത്രീയുടെ സഹായത്തോടു കൂടി സന്താനോത്പാദനം നടത്തി എന്നുള്ളതാണ്. ഒരിക്കലും അത് കാമപരമായ ഒരു ബന്ധമായിരുന്നില്ല. അതൊരു സർവീസ് മൂഡോടുകൂടി ആയിരുന്നു. ഇവിടെ സത്യവതി ദേവി എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ശരീരം ഒരിക്കലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മണമുള്ള ഒരു ശരീരം ദേവിക്ക് ആയിരുന്നില്ല. എന്നാൽ ദേവി ആ ശരീരത്തിനെ ഭക്തിത്വ ഭഗവത് സേവനത്തിന് വേണ്ടി സമർപ്പണം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 2 ഗുണം കിട്ടി. ഒന്ന്, സ്പിരിച്വലി അദ്ദേഹം വളരെ ആ ദേവിക്ക് ഉയർച്ച ഉണ്ടായി. 2, ഭൗതികമായിട്ട് കസ്തൂരിഗന്ധം കിട്ടുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ശരീരം എത്ര മോശപ്പെട്ട ശരീരമായാലും ഭക്തിത്വ ഭഗവത് സേവനത്തിന് സമർപ്പണം ചെയ്യുകയാണെങ്കിൽ അത് മെറ്റീരിയലും സ്പിരിച്വലും ഉയർച്ചയിലേക്ക് നമ്മളെ വളർത്തുമെന്ന് സത്യവതി ദേവിയുടെ പരാശരമംഗയുടെ ലീലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുബ്ജയുടെ കഥയിൽ നിന്നുമാണ്. കുബ്ജ എന്നുള്ള സ്ത്രീ എന്ന് പറയുന്നത്, ഹലോ ഹരകൃഷ്ണ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. കുബ്ജയുടെ ശരീരം എന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത് കുബ്ജ എന്നുള്ള സ്ത്രീ 3 വളവുള്ള അഗ്ലി, വളരെ മോശപ്പെട്ട ശരീരപ്രകൃതിയുള്ള സ്ത്രീ ആയിരുന്നു. പക്ഷേ കുബ്ജയുടെ മുൻജന്മം നമുക്കറിയാം. രാമായണത്തിന്റെ ശൂർപ്പണക അല്ലെ, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ശൂർപ്പണക ഭഗവാനെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ കൃഷ്ണലീല അത് സാധിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ആ ദേവിയുടെ പാപകർമ്മങ്ങൾ കൊണ്ട് കുബ്ജ എന്ന ശരീരത്തിലേക്ക് ദേവി വരുമ്പോൾ 3 വളവുള്ള കാണാൻ വിരൂപയായ ഒരു സ്ത്രീയായിരുന്നു. കൃഷ്ണൻ എന്ന് പോയിട്ട് ആരും ആ ദേവിയെ ആ രീതിയിൽ നോക്കത്തില്ല. എന്നിട്ട് കൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവിയെ സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ശരീരപ്രകൃതിയോ ബ്യൂട്ടിയോ ഒന്നുമല്ല ഭഗവാനെ നമുക്ക് കിട്ടുന്നതിന് അളവുകോലായിട്ടുള്ളതെന്ന് കുബ്ജയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷേ ആ കുബ്ജ ശരിക്കും സാൻഡൽവുഡ് ആർക്ക് കൊടുക്കുമായിരുന്നു? കംസന് കൊടുക്കുന്ന ഒരു സേവ ചെയ്തിരുന്നു. സാധാരണഗതിയിൽ ഇതുപോലത്തെ വേലക്കാരികളെല്ലാം അവിടുത്തെ രാജാക്കന്മാരുടെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കും. എന്നാൽ കുബ്ജയുടെ ഈ വിരൂപത കൊണ്ട് കംസൻ ഒരിക്കലും കുബ്ജയെ ആ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോ എന്നിട്ട് കൂടി കുബ്ജയ്ക്ക് മനസ്സിലായി എന്റെ ശരീരം ഭൗതികമായ രീതിയിലുള്ള ആകർഷണമുള്ള ശരീരമല്ല എന്ന് അറിഞ്ഞിട്ട് കൂടി ആ ശരീരം കൊണ്ട് കൃഷ്ണസേവനം ചെയ്തു എന്നുള്ളതാണ് കുബ്ജ ചെയ്ത ഏറ്റവും മഹനീയമായ കാര്യം.
കാരണം സാൻഡൽവുഡ് കൃഷ്ണൻ ചോദിച്ച ഉടൻ തന്നെ ഭഗവാന് പൂശിക്കൊടുത്തു. അപ്പൊ ആ ഒരു നമുക്ക് ശാരീരികമായ വിരൂപത ഉണ്ടെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അതൊന്നും ഭക്തിത്വ ഭഗവത് സേവനത്തിന് ഒരു തടസ്സമല്ല. ആ ശരീരം കൊണ്ട് ഭക്തിത്വ സേവനം ചെയ്തപ്പോൾ കുബ്ജയ്ക്ക് സ്പിരിച്വലി ഉയർച്ച ഉണ്ടായി എന്ന് മാത്രമല്ല ഭൗതികമായ രീതിയിൽ അതീവ സുന്ദരിയായി മാറുകയും ചെയ്തു. അപ്പൊ ഭക്തിത്വ ഭഗവത് സേവനത്തിന്റെ സൗന്ദര്യം അതാണ്. നമുക്ക് എന്ത് നെഗറ്റീവ് സൈഡാണ് നമുക്കുണ്ടെങ്കിലും നമ്മൾ അത് ഭക്തിത്വ ഭഗവത് സേവനത്തിലേക്ക് എൻഗേജഡ് ആവുമ്പോൾ മാനസികമായി നമ്മൾ വളരെ ഹാപ്പി ആവും എന്ന് മാത്രമല്ല അതിന്റെ പരിണിത ഫലമായി നമുക്ക് സ്പിരിച്വലും തീർച്ചയായിട്ടും മെറ്റീരിയലിലും ഉയർച്ച ഉണ്ടാവുമെന്ന് ഈ ലീലയിലൂടെ മനസ്സിലാക്കാം. എന്നാൽ ഇതേ കംസന്റെ ആ സന്നിധിയിൽ മധുരയിൽ ഭഗവാൻ നടന്നപ്പോ അലക്കുകാരൻ ഡ്രസ്സ് ഭഗവാൻ ചോദിച്ചപ്പോ കൊടുത്തില്ല. ഇതേ അലക്കുകാരൻ രാമായണത്തിലും സീതാദേവിയെ മോശമായി സംസാരിച്ചപ്പോഴാണ് വേഷപ്രച്ഛനായി വന്ന ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുത്തത്. എന്നാൽ അതേ അലക്കുകാരൻ അടുത്ത ജന്മത്തിൽ ഈ കംസന്റെ സന്നിധിയിൽ ഡ്രസ്സുകൾ അലക്കുന്ന ഒരു ആളായിരുന്നു. അവിടെ ഭഗവാൻ ചോദിച്ചപ്പോ അത് കംസനുള്ളതാണെന്ന് പറഞ്ഞ അപ്പോഴും ഭഗവാനെ തള്ളി പറഞ്ഞു. അപ്പൊ ഭഗവാൻ ഉടനെ അയാളെ കൊല്ലുകയാണ് ചെയ്തത്, ഉടനെ കൊന്നു. അപ്പോ അതിലൂടെ ലീലയിലൂടെ നമ്മൾ മനസ്സിലാക്കി തരുന്നത് എന്തെന്ന് വെച്ചാല് നമ്മൾ ഒരിക്കലും ഭഗവാനെ ശരണാഗതി പ്രാപിക്കാതെ ഇരിക്കരുത്. ഒരു പ്രാവശ്യം നമ്മൾ ഭഗവാനെ കഴിഞ്ഞ ജന്മത്തിൽ തള്ളി പറഞ്ഞു, ഈ ജന്മത്തിൽ ശരണാഗതി അടയണം. അത് കുബ്ജ ചെയ്തു, വിരൂപയാണെങ്കിലും കുബ്ജയെ ഭഗവാൻ സ്വീകരിച്ചു. എന്നാൽ അഹങ്കാരം കൊണ്ട് അടക്കുകാരൻ കഴിഞ്ഞ സമയത്തും ചെയ്തില്ല, ഇപ്രാവശ്യവും ചെയ്തില്ല. ഭഗവാൻ അദ്ദേഹത്തിന് കാരുണ്യം കൊണ്ട് കൊന്നു. ആ ശരീരത്തിൽ നിന്ന് വീണ്ടും അപരാധം ചെയ്യാതിരിക്കാൻ വേണ്ടി ഭഗവാൻ കൊല്ലുകയാണ്. അപ്പോ പാഠം എന്തെന്നാൽ നമ്മുടെ മെറ്റീരിയലായിട്ട് എത്ര കുറവുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഭക്തിയുക്ത ഭഗവത് സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരിക്കലും സ്പിരിച്വൽ ലൈഫിലുള്ള ഉയർച്ച മാത്രമല്ല, തീർച്ചയായിട്ടും ഭൗതികമായ ആനന്ദവും അതിന്റെ ഉപോൽപ്പന്നമായി നമുക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന് നമുക്കിതിലൂടെ ഹരേ കൃഷ്ണ. സോറി പ്രഭുജി, ഞാൻ അധിക പ്രസംഗം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ പ്രഭുവാണ് ശരിക്കും ഈ ശ്ലോകത്തിനടുത്ത് നീതി പുലർത്തിയത്. എനിക്ക് ഇത്രയും ഒരു ഡീപ്പായിട്ടൊരു ഇത് കിട്ടിയില്ല. പ്രഭു പറഞ്ഞപ്പോഴാണ് എനിക്കിത് ശരിക്കും ശ്ലോകം മനസ്സിലായത്. താങ്ക് യു പ്രഭു പ്രഭുവാണ് ശരിക്കും ഇതിനെ കോഴ്സ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഒരിക്കലും ഇല്ല പ്രഭുജി, ഒരിക്കലും ഇല്ല. നമ്മൾ അഡീഷണൽ പോയിന്റ്സ് പറയുന്ന ഒരു ശീലം ഭക്തന്മാർക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് മെനക്കെടാൻ ശ്രമിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ ശ്ലോകത്തിനെ കുറിച്ച് പല ഡിവോട്ടികൾ പറയുമ്പോഴും പല ആൻസറുകൾ വരും. അതിൽ മറ്റൊരു ഡിവോട്ടിയുടെ ക്ലാസ് ഞാൻ കോപ്പി അടിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദയവായി ക്ഷമിച്ചു. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി, ഈ കാലം തെറ്റി വരുന്ന യുഗമാറ്റം അത് കുറച്ചൊക്കെ മനസ്സിലായി. അത് ഞാൻ എപ്പോഴും ഒരു സംശയമുള്ള കാര്യമായിരുന്നു. പ്രഭു പറഞ്ഞപ്പോ, കഥാമൃത പ്രഭു പറഞ്ഞപ്പോ കുറച്ച് മനസ്സിലായി. പിന്നെ ഈ നമ്മുടെ ഈ എഴുത്തച്ഛനായാലും വ്യാസദേവനായാലും പിറക്കുന്ന ആകാശവാണിയിലൂടെ കേട്ടിട്ട അവരുടെ ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ മഹത്വമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹരേ കൃഷ്ണ. ഒരുപോൽ ഹരേ കൃഷ്ണ പ്രഭു. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ക്ലോസ് ചെയ്യാം മാധു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൽപതരുഭ്യശ്ച കൃപാസിന്ധ്യതേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാധു. താങ്ക് യു.